തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്ത് വിവരം സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പരാതിയായിട്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പിലെത്തി. കമ്മീഷൻ അത് പ്രത്യക്ഷ നികുതി ബോർഡിനെ അന്വേഷണത്തിനായിട്ട് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് 2021-2022 നികുതി കൊടുക്കത്തക്ക വരുമാനം അദ്ദേഹത്തിന് വെറും 680 രൂപ മാത്രമായിരുന്നു. പിറ്റേ കൊല്ലമായപ്പോഴത്തേക്ക് അത് 5 ലക്ഷത്തിലേറെയായി. അപ്പൊ ഈ അന്വേഷണം എന്തായി എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. എന്താകാനാ, അദ്ദേഹം ആരാമോന്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ളതും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അഫിഡാവിറ്റ് അനുസരിച്ച് അതിന് പറ്റിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ്, വരുമാനത്തിന്റെയും സ്വത്തിന്റെയും ഒക്കെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കണക്കപ്പിള്ളമാര് തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഒരു സംശയം അവശേഷിക്കും, എന്തിനായിരുന്നു ഈ നാടകം? അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് എത്ര സ്വത്തുണ്ട് എന്നുള്ളത് ഒരു ഘടകമേ അല്ല. 10,000-കണക്കിന് കോടി രൂപ സ്വത്തുണ്ടെങ്കിൽ പോലും ആർക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള യോഗ്യതകൾ വളരെ നിസ്സാരമാണ്. നമുക്ക് 25 വയസ്സ് തികഞ്ഞിരിക്കണം, ബുദ്ധിഭ്രമം ഉണ്ടാവരുത്, അതുപോലെ തന്നെ 2 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവരുത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ടവകാശം വേണം. ഇതുള്ള ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. പിന്നെ എന്തിനാണ് ഈ സ്വത്ത് സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ദുരൂഹതകൾ കുത്തി നിറച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. മത്സരിക്കാൻ വന്നപ്പോഴത്തെ പുതുമോടി കൊണ്ട് ആള് കൊള്ളാമല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോയതാ. ഏറ്റവും അവസാനമാണ് ഈ സത്യവാങ്മൂലം വരുന്നത്, സ്വത്ത് സംബന്ധിച്ച അഫിഡാവിറ്റ്. ഇത് നമ്മുടെ സർക്കാരിന് സംഭവിച്ചതുപോലെ ആയിപ്പോയി. അഴിമതിരഹിതം എന്ന് പേർത്തും പ്രസംഗിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ അവസാനം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ പൂച്ചു പുറത്തായി. അതുപോലായി പോയി നമ്മുടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ സ്വത്ത് സംബന്ധിച്ച സത്യവാങ്മൂലം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. ശതകോടീശ്വരനായ ഈ ദരിദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലക്ഷക്കണക്കിന് രൂപ ഒഴുകുന്നുണ്ട്. വോട്ട് കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം തേടുന്നുണ്ട്. അതൊരു സ്ഥാനാർത്ഥി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം മത നേതാക്കളെ കാണുന്നു, സാമുദായിക പ്രമാണിമാരെ കാണുന്നു, വിഷു ദിവസത്തിൽ ചില സദ്യകളൊക്കെ ചിലയിടത്ത് ഏർപ്പാടാക്കി അവിടെ ക്ഷണിക്കപ്പെട്ടെത്തുന്ന വിശിഷ്ടാതിഥികളുമായിട്ട് ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെ ചില പ്രത്യേക മതവിഭാഗക്കാരുമായി പെട്ടെന്നൊരു ചങ്ങാത്തം, പെട്ടെന്നൊരു സ്നേഹം ഉണ്ടാകുന്നു. തീരപ്രദേശത്തോടൊരു മമത, ഒരു പ്രണയം തോന്നുന്നു. ഇതിനിടയ്ക്ക് എതിർ സ്ഥാനാർത്ഥിയായ ശശി തരൂറിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കുന്നു. അങ്ങനെ വോട്ട് കിട്ടാനുള്ളതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം അത് എടുക്കുന്നുമില്ല, തൊടുക്കുന്നുമില്ല. എന്താണെന്നൊന്ന് ഊഹിക്കാമോ? ഒരു ക്ലൂ തരാം. അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രതിച്ഛായ നിർമ്മാണത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ആയുധം. മനസ്സിലായോ? ഇല്ലെങ്കിൽ പറഞ്ഞേക്കാം, അദ്ദേഹത്തിന്റെ സ്വന്തമായ വാർത്താ ചാനൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വാർത്താ ചാനൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തമാണ്. മോദിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരു സ്വപ്നമായ ഹിന്ദു രാജ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മോദിയുടെ വിശ്വസ്ത സേവകനായി പടപൊരുതുന്ന ചന്ദ്രശേഖരന്റെ ചാനൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സ്വന്തം ചാനൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എതിരാണ്. അത് ഇടതുപക്ഷത്താണ്. അതൊരു പുരോഗമന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചാനലാണ്. സ്വന്തം മുതലാളിയുടെ, അതായത് തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന സ്വന്തം മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ചാനൽ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. വാർത്തകളൊക്കെ ആനുപാതികമായിട്ട് കൃത്യമായിട്ട് കൊടുക്കും. അതൊക്കെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ പറ്റുന്ന ചില ഇടങ്ങളുണ്ട്. സംവാദങ്ങള്, ചർച്ചകള്, അവലോകനങ്ങൾ അല്ലെങ്കിൽ അപഗ്രഥനങ്ങള്. പക്ഷേ ഈ ഇടങ്ങളിൽ ഞങ്ങള് ബി.ജെ.പിക്ക് അനുകൂലമല്ല, ഞങ്ങള് മോദിയുടെ നയങ്ങൾക്ക് എതിരാണ്, ഞങ്ങള് ഡിമോണിറ്റൈസേഷനെ എതിർക്കുന്നു, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്, ആൾക്കൂട്ട കൊലപാതകങ്ങളെ തള്ളിക്കളയുന്നു,
മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായിട്ട് സർക്കാരിനെതിരെ വിമർശിക്കുന്നു. ഇത് മനോരമയോ മാതൃഭൂമിയോ ചെയ്യുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP സ്ഥാനാർത്ഥിയുടെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ചാനലാണ് ഏഷ്യാനെറ്റ്. 1993 കയറ്റുമതി വ്യവസായിയായ റെജി മേനോനാണ് ഏഷ്യാനെറ്റിന് ആരംഭം കുറിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അനന്തരവനായ ശശികുമാറാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ അത് ആ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കിയെന്ന് പറയാം. അന്ന് ഏഷ്യാനെറ്റിന്റെ വാർത്താ വിഭാഗം കരിപ്പിടിപ്പിക്കുന്നതിൽ ശശികുമാറിനൊപ്പം BRP ഭാസ്കർ, സക്കറിയ, TN ഗോകുമാർ തുടങ്ങിയ ആളുകളുണ്ടായിരുന്നു. അന്നേ അതൊരു ഇടതുപക്ഷ പുരോഗമന ചാനലായിട്ടാണ്, അതിന്റെ വഴിയിലൂടെയാണ് അതിന്റെ സംഘാടകർ അല്ലെ അത് രൂപപ്പെടുത്തിയെടുത്തവർ അതിനെ നടത്തിക്കൊണ്ട് വന്നത്. 2006 ആയതോടെ ഈ ചാനൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലായി. അദ്ദേഹം 150 കോടി രൂപ മുടക്കി ഈ ചാനലിന്റെ, ഏഷ്യാനെറ്റ് ചാനലിന്റെ 51% ഓഹരികൾ സ്വന്തമാക്കി. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ചാനൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് വിനോദ ചാനൽ 1400 കോടി രൂപയ്ക്കാണ് അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ വിനോദ ചാനൽ സ്റ്റാർ TVക്ക് നൽകിയത്. പക്ഷെ വാർത്താ ചാനൽ അദ്ദേഹത്തിന്റെ സ്വന്തമാക്കി നിലനിർത്തുകയാണ് ചെയ്തത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ടെലിവിഷൻ വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ചാനൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ചാനൽ. അങ്ങനെ ഒന്നാമതായി നിൽക്കുന്ന ഈ ചാനലിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ആയുധത്തെ, മാധ്യമത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രയോജനപ്പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ആ ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. നമുക്കറിയാം ഒരു മാധ്യമത്തിന്റെ ശക്തി എത്രത്തോളം അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ടൂളാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് പോലും ബിസിനസ് കാര്യങ്ങളിൽ സ്ഥാപനങ്ങൾ വാങ്ങിയും വിറ്റും ലാഭമുണ്ടാക്കാൻ വിരുദ്ധനായ മിടുക്കനായ രാജീവ് ചന്ദ്രശേഖർ തന്റെ കൈവശമുള്ള, തന്റെ കീശയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം. സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും വാർത്താ മാധ്യമങ്ങൾ സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയൊന്നുമുള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം അർണാബ് ഗോസ്വാമി സ്ഥാപിച്ച BJPക്കും മോദിക്കും വേണ്ടി ആരംഭിച്ച റിപ്പബ്ലിക് ചാനലിലെ ഏറ്റവും കൂടുതൽ, വ്യക്തിപരമായ നിലയിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയ ആളാണ്. 30 കോടി രൂപയാണ് അവിടെ അദ്ദേഹത്തിന് നിക്ഷേപമുള്ളത്. അതുകൂടാതെ കന്നഡയിൽ സുവർണ എന്ന് പറയുന്ന ഒരു വാർത്താ ചാനലുണ്ട്. അവിടെ 2ാം സ്ഥാനത്ത്, TV9 ശേഷം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ്. അത് BJP ആണ്. BJPക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അതുപോലെ കന്നഡ പ്രഭ എന്ന പത്രം, അതും BJP ആണ്. ഈ 2 സ്ഥാപനങ്ങൾ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ചാനൽ ഏഷ്യാനെറ്റ് അദ്ദേഹം പ്രയോജനപ്പെടുന്നത്. 2 തരം തളപ്പ. കന്നഡയിലെ മാധ്യമങ്ങൾക്കൊരു തളപ്പ്, കേരളത്തിലെ ഏഷ്യാനെറ്റിന് മറ്റൊരു തളപ്പ്. ഇതെന്തുകൊണ്ടാണ്? BJP പ്രവർത്തകർ പോലും ഇത് കാണുമ്പോൾ അത്ഭുത പരതന്ത്രരാവുകയാണ്. അവരെ ഈ തീ വെയിലത്ത് നടന്നും പൊടി തിന്നും തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ, പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ നേതാവിന്റെ സ്വന്തം ചാനൽ എന്തുകൊണ്ട് അവരുടെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റുകയുമില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ സ്വന്തം കീശയിലുള്ള ഏറ്റവും പ്രഹര ശേഷിയുള്ള ആയുധം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പോരാളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സേനാനായകനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇതിന്റെ പിന്നിൽ എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അന്തർധാര? നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് BJPയും CPM തമ്മിലുള്ള ഒരു അന്തർധാര, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയും CPMഉം തമ്മിലുള്ള അന്തർധാര മനസ്സിലാവുന്നില്ല. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളാവട്ടെ ഇതേക്കുറിച്ച് അക്ഷരം മിണ്ടുന്നുമില്ല. ഈ ഒരു 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 വൈരുദ്ധ്യാത്മകമായ ഒരു അവസ്ഥയെക്കുറിച്ച് ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം ഒരു ഭാഗത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിനെ പിണക്കാൻ ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ വസ്തുത.